ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാർക്ക് സക്കർബർഗിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. എഡിറ്റഡ് ഹൈലൈറ്റ് ഓഫ് ദ BBC ഇൻ്റർവ്യൂ വിത്ത് മാർക്ക് സക്കർബർഗ്. സോ മാർക്ക് സക്കർബർഗ്, the founder and CEO of Facebook, now called Meta, gave an interview to the BBC where he discussed many social, technological and ethical issues related to the digital world. The interview was conducted by Kamal Ahmed, the BBC's economic editor. മാർക്ക് സക്കർബർഗ് നമുക്കറിയാം, ഫേസ്ബുക്കിൻ്റെ CEO ആണ്, അതുപോലെ തന്നെ ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്കാണ്. ഇന്ന് ഫേസ്ബുക്കിനെ വിളിക്കുന്നത് മെറ്റ എന്നാണ്. ഇതിൽ ഇൻസ്റ്റഗ്രാമും വാട്സപ്പ് അങ്ങനെ പല ആപ്സുകളും കൂടി ചേർന്നാണെന്ന് മെറ്റ. സോ ഗേവ് എൻ ഇൻ്റർവ്യൂ ടു ദ BBC. അദ്ദേഹം BBCക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സോഷ്യൽ, ടെക്നോളജിക്കൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്, ഫേസ്ബുക്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഡിജിറ്റൽ വേൾഡുമായുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത് BBCയിലെ എക്കോണമിക് എഡിറ്ററായിട്ടുള്ള കമാൽ അഹമ്മദാണ്. ദെൻ ദിസ് ഇൻ്റർവ്യൂ ഹെൽപ്ഡ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഹൗ സക്കർബർഗ് തിങ്സ് അബൌട്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും സക്കർബർഗ് ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന്. ഫേസ്ബുക്ക് റോൾ ഇൻ സൊസൈറ്റി, ദ സ്പ്രെഡ് ഓഫ് ഫേക്ക് ന്യൂസ്, ഓൺലൈൻ സേഫ്റ്റി ആൻഡ് ഫ്രീ സ്പീച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വിർച്വൽ റിയാലിറ്റി ആൻഡ് augmented reality, the future of technology and the metaverse. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ ചർച്ച ചെയ്യുന്നത്. ഫേസ്ബുക്കിൻ്റെ സമൂഹത്തിലുള്ള റോൾസ്, ഫേക്ക് ന്യൂസ്, അതായത് തെറ്റായ ന്യൂസ് പരത്തുന്നതിലുള്ള കാര്യങ്ങൾ, ദെൻ ഓൺലൈൻ സേഫ്റ്റി ആൻഡ് ഫ്രീ സ്പീച്ച്, അതുപോലെ തന്നെ ആളുകളുടെ സേഫ്റ്റി അല്ലേ, ഓൺലൈനിലുള്ള സേഫ്റ്റി, ഫ്രീ സ്പീച്ച്, ആളുകൾക്ക് അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതാണ് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്. ദെൻ AI, VR ആൻഡ് AR, വിർച്വൽ റിയാലിറ്റി ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ദെൻ ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി ആൻഡ് ദ മെറ്റവേഴ്സ്, അതുപോലെ തന്നെ ടെക്നോളജിയുടെ ഫ്യൂച്ചറും മെറ്റവേഴ്സും. ഇത്രയും കാര്യങ്ങളാണ് അതിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. സക്കർബർഗ്സ് ഓപ്പൺ ലെറ്റർ. ഇനി അദ്ദേഹം ഒരു ഓപ്പൺ ലെറ്റർ എഴുതിയിരുന്നു 2018 അങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം ഫേസ്ബുക്കിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ലെറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. ബിഫോർ ദ ഇൻ്റർവ്യൂ, സക്കർബർഗ് ഹാഡ് റിട്ടൺ an open letter to Facebook users around the world. In the letter, he spoke about Facebook's social responsibilities, the company's effort to fight false news, building global community rather than just a social network, using technology for good causes such as education, charity and awareness. So അദ്ദേഹം ഒരു ഓപ്പൺ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തിരുന്നത്. ഫേസ്ബുക്കിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ കമ്പനിയുടെ എഫേർട്ട് ടു ഫൈറ്റ് ഫോൾസ് ന്യൂസ്, അതായത് തെറ്റായ ന്യൂസ് പരത്തുന്നതിൽ അതിനെ തടയുന്നതിനുള്ള കമ്പനിയുടെ എഫേർട്ട്, അതുപോലെ തന്നെ ബിൽഡിങ് എ ഗ്ലോബൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു ചെറിയൊരു സോഷ്യൽ നെറ്റ്വർക്ക് സൃഷ്ടിക്കുന്നതിന് പകരം വലിയ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയെ തന്നെ സൃഷ്ടിക്കുന്നതിനുള്ള കമ്പനിയുടെ എഫേർട്ട്. ദെൻ ടെക്നോളജി, ഫേസ്ബുക്ക് പോലെയുള്ള ടെക്നോളജിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷന്, ചാരിറ്റി ആൻഡ് അവയർനെസ്, ഇപ്പോൾ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലും, ചാരിറ്റി അഥവാ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലും, ദെൻ അവയർനെസ്, നല്ല അവയർനെസ് കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ ഫേസ്ബുക്കിൻ്റെ റോളുകൾ. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് ആ ഓപ്പൺ ലെറ്ററിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്തിരുന്നത്. മെയിൻ ഹൈലൈറ്റ് ഓഫ് ദ ഇൻ്റർവ്യൂ. ഇതിന് ഈ ഇൻ്റർവ്യൂവിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. അദ്ദേഹം ആദ്യമായിട്ട് ചോദിച്ചു തന്നെ ഫേസ്ബുക്കിൻ്റെ സമൂഹത്തിലുള്ള റോൾസിനെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് ഫേസ്ബുക്ക് റെസ്പോൺസിബിലിറ്റി ഇൻ ടുഡേയ്സ് സൊസൈറ്റി? അപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത് എന്താണ് ഫേസ്ബുക്കിൻ്റെ ഉത്തരവാദിത്തം, ഇന്നത്തെ സമൂഹത്തിൽ ഫേസ്ബുക്കിൻ്റെ ഉത്തരവാദിത്തം എന്താണെന്നാണ് അദ്ദേഹം ആദ്യമായി ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഫേസ്ബുക്ക് ഈസ് മോർ ദാൻ ജസ്റ്റ് എ പ്ലാറ്റ്ഫോം ടു കണക്ട് ഫ്രണ്ട്സ്. ഇറ്റ് നൗ ഹെൽപ്സ് പീപ്പിൾ ഷെയർ ഐഡിയാസ്, ഓർഗനൈസ് ഇവൻറ്റ്സ് ആൻഡ് ബിൽഡ് കമ്മ്യൂണിറ്റീസ്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു ആളുകളെ കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമല്ല, ഇത് ആളുകളെ ഒരുപാട് രീതിയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസ് ഇവൻറ്റ്സുകൾ ആൻഡ് ബിൽഡ് കമ്മ്യൂണിറ്റീസ്, വലിയ നല്ല കമ്മ്യൂണിറ്റീസ്, നല്ല സ്ട്രെങ്തൻ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്യുന്നതിലും, പുതിയ ആശയങ്ങൾ, ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിലൊക്കെ ഫേസ്ബുക്കിന് വലിയ റോള് വഹിക്കുന്നുണ്ട്. Then Zuckerberg said Facebook aims to create a global community where people from different countries can understand and support each other. പിന്നീട് അദ്ദേഹം ഗ്ലോബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ആദ്യം ഇനീഷ്യലായിട്ട് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു അത് കണക്ട് ചെയ്തിരുന്നത്. ഇന്ന് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്
ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി, ഒരു ആഗോള തരത്തിലുള്ള വലിയൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ പല രാജ്യത്തുള്ള ആളുകളെ തമ്മിൽ അത് കൂട്ടി യോജിപ്പിക്കും. അങ്ങനെയുള്ള അതിലൂടെ തന്നെ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനൊക്കെ സാധിക്കും. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ദെൻ ഹി അഡ്മിറ്റഡ് ദാറ്റ് Facebook has a big influence on society and therefore must act responsibly to avoid misuse. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോലെയുള്ള ആപ്പ്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഫേസ്ബുക്കിൻ്റെ ഒരു ഭാഗമാണ്. അത് സമൂഹത്തിൽ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അതിൻ്റെ മിസ്യൂസ് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം, അത് വളരെ റെസ്പോൺസിബിളായിട്ട് അത് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ ഫേക്ക് ന്യൂസ് ആൻഡ് മിസ് ഇൻഫർമേഷൻ. പിന്നീട് അദ്ദേഹം ചോദിക്കുന്നത് ഫേക്ക് ന്യൂസിനെ കുറിച്ചും മിസ് ഇൻഫർമേഷനെ കുറിച്ചുമാണ്. ഹൗ ഈസ് ഫേസ്ബുക്ക് ഹാൻഡിലിംഗ് ദ സ്പ്രെഡ് ഓഫ് ഫേക്ക് ന്യൂസ്? എങ്ങനെയാണ് ഫേസ്ബുക്ക് ഈ ഫേക്ക് ന്യൂസിനെ ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ ഷെയർ ചെയ്യും. അപ്പോൾ അതിൽ പലതും എന്തുണ്ടായിരിക്കും, എല്ലതും ജെന്യൂൻ ആയിരിക്കില്ല. പലതും എന്തായിരിക്കും, ഫേക്ക് ന്യൂസ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും വൈറലാകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പിന്നീട് ചോദിക്കുന്നത്, കമാൽ അഹമ്മദ് സക്കർബർഗിനോട് ചോദിക്കുന്നത്. അപ്പോൾ സക്കർബർഗ് അഗ്രീഡ് ദാറ്റ് ഫേക്ക് ന്യൂസ് ഈസ് വൺ ഓഫ് ഫേസ്ബുക്ക്സ് ബിഗ്ഗസ്റ്റ് ചലഞ്ചസ്. അദ്ദേഹം അത് അംഗീകരിക്കുന്നുണ്ട്. അതായത് ഫേസ്ബുക്കിൻ്റെ ഒരു വലിയ ഒരു ചാലഞ്ച് തന്നെയാണ് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്. ദ കമ്പനി നൗ യൂസസ് ഫാക്ട് ചെക്കേഴ്സ്, AI ആൻഡ് യൂസർ റിപ്പോർട്ട്സ് ടു ഡിറ്റക്ട് ആൻഡ് റിമൂവ് ഫാൾസ് ഇൻഫർമേഷൻസ്. ദെൻ കമ്പനി ഈ ഒരു ഫേക്ക് ന്യൂസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫാക്ട് ചെക്കേഴ്സ്, ദെൻ AI ടൂൾസും അതുപോലെ തന്നെ യൂസർ റിപ്പോർട്ട്സും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫാൾസ് ഇൻഫർമേഷൻ, അത് ഫാൾസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, തെറ്റായ ഇൻഫർമേഷൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും, ഫേസ്ബുക്ക് അതിനെ ഡിലീറ്റ് ചെയ്യും. So he said Facebook also reduced the reach of pages that repeatedly spread fake stories. അതുപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് അത് റിപ്പീറ്റായിട്ട് ഫേക്ക് ന്യൂസ് പരത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള പേജുകളെ ഫേസ്ബുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ റീച്ച് തന്നെ ഫേസ്ബുക്ക് കുറക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഹാംഫുൾ കണ്ടന്റ് ആൻഡ് ഫ്രീ സ്പീച്ച്. പിന്നീട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഹൗ ഡു യു ബാലൻസ് ഫ്രീ എക്സ്പ്രഷൻ വിത്ത് യൂസർ സേഫ്റ്റി. അതുപോലെ തന്നെ നമുക്കറിയാം ആളുകൾക്ക് പറയാനുള്ള അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ആളുകളുടെ യൂസർ സേഫ്റ്റി, അതായത് അതിൽ പല ആളുകളും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത ഒപ്പീനിയൻസ് ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതിനെങ്ങനെയാണ് നിങ്ങൾ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകുന്നത് പിന്നീട് എന്നാണ് അദ്ദേഹം പിന്നീട് ചോദിക്കുന്നത്. ഇപ്പോൾ സക്കർബർഗ് സെഡ് ഫേസ്ബുക്ക് സ്ട്രോങ്ലി സപ്പോർട്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ബട്ട് സം പോസ്റ്റ് ക്യാൻ കോസ് റിയൽ ഹാം. അദ്ദേഹം പറയുന്നത് എന്താണ്, ഫേസ്ബുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ആളുകൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം ഫേസ്ബുക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ സം പോസ്റ്റിൽ അദ്ദേഹം അപ്പോൾ അത് റിയൽ ഹാം അഥവാ ഹെയ്റ്റ് സ്പീച്ച് ഓർ വയലൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾ അതിൽ ഷെയർ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഫേസ്ബുക്ക് അതിന് നടപടിയെടുക്കും. ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ഫേസ്ബുക്ക് റിമൂവ്സ് കോണ്ടന്റ് ദാറ്റ് വയലേറ്റ് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അതിൻ്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് വയലേറ്റ് ചെയ്യുന്ന കോണ്ടന്റാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെതിരെ ഫേസ്ബുക്ക് നടപടിയെടുക്കും, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യും ഫേസ്ബുക്ക്. ദെൻ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ബാലൻസ് അലോയിങ് പീപ്പിൾ ടു സ്പീക്ക് ഫ്രീലി വൈൽ പ്രൊട്ടക്റ്റിംഗ് അതേഴ്സ് ഫ്രം അബ്യൂസ് ഓർ ഹാം. അപ്പോൾ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള രീതിയിലുള്ളൊരു ബാലൻസാണ്. കാരണം എന്താണ്, അലോയിങ് പീപ്പിൾ ടു സ്പീക്ക് ഫ്രീലി, അതായത് ഒരു സമയത്ത് ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പറയാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ബാലൻസിങ് ആണ്. അപ്പോൾ അത് കൂടുതലും അങ്ങനെയുള്ള ഒരു കോണ്ടന്റ് ആണ് അതിൽ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് അതിനെതിരെ നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ പോളറൈസേഷൻ, ഫിൽറ്റർ ബബിൾസ് ആൻഡ് സെൻസേഷണലിസം. ഇതൊരു കീ ടേംസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ക്രിറ്റിക്സ് സേസ് ഫേസ്ബുക്ക് ഡിവൈഡ്സ് പീപ്പിൾ ആൻഡ് പ്രൊമോട്ട് എക്സ്ട്രീം ഒപ്പീനിയൻസ്. ഇസ് ദാറ്റ് ട്രൂ? പിന്നീട് അദ്ദേഹം ചോദിക്കുന്നത്, ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഫേസ്ബുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ തമ്മിലടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രീം ഒപ്പീനിയൻസ്, വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒപ്പീനിയൻസിനൊക്കെ ഫേസ്ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതിനാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫിൽറ്റർ ബബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും, നമ്മൾ സെർച്ച് ഒന്നും ചെയ്യാതെ തന്നെ അതേപോലെയുള്ള കോണ്ടന്റുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണൂലേ, അതിനെയാണ് ഫിൽറ്റർ ബബിൾസ് എന്ന് പറയുന്നത്. ദെൻ സെൻസേഷണലിസം, ആളുകൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരുടെ തമ്മിലൊക്കെ അപ്പോൾ വളരെ സെൻസേഷണലസ് ആയിട്ടുള്ള നമ്മളെ അറ്റൻഷൻ
ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ പിക്ചറൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും, നമ്മളെ ടെൻഷൻ പിടിച്ചെടുക്കാൻ നോക്കും. അതിനെയാണ് സെൻസേഷണലിസം എന്ന് പറയുന്നത്. ദെൻ അത് ചോദിക്കുന്നത് എങ്ങനെയാണ് ഫേസ്ബുക്ക് ഡിവൈഡ് പീപ്പിൾ ആൻഡ് പ്രൊമോട്ട് എക്സ്ട്രീം ഒപ്പീനിയൻസ്, ആളുകൾ തമ്മിലടിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രീം ഒപ്പീനിയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇത് സത്യമാണോ എന്നാണ് കമാൽ അഹമ്മദ് ചോദിക്കുന്നത്. അപ്പോൾ സക്കർബർഗ് അക്സെപ്റ്റഡ് ദാറ്റ് ദിസ് പ്രോബ്ലം എക്സിസ്റ്റ്, ശരിയാണ്, ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം നിലനിൽക്കുന്നുണ്ട്. ഫിൽറ്റർ ബബിൾസ് മീൻ യൂസേഴ്സ് സീ ഓൺലി പോസ്റ്റ് ഓർ ന്യൂസ് ദാറ്റ് മാച്ച് ദെയർ ബിലീഫ്സ് ബിക്കോസ് അൽഗോരിതം ഷോസ് ദം വാട്ട് ദേ ലൈക്ക്. അപ്പോൾ ഫിൽറ്റർ ബബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഓൺലി പോസ്റ്റ് ഓർ ന്യൂസ് ദാറ്റ് മാച്ച് ദെയർ ബിലീഫ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ, അതിൽ സെർച്ച് ചെയ്യുള്ളൂ. അപ്പോൾ അതിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അത് ഫേസ്ബുക്കിൻ്റെ ഒരു അൽഗോരിതമാണ്. സോ ദിസ് ക്യാൻ ലീഡ് ടു പോളറൈസേഷൻ വെർ സൊസൈറ്റി ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ദാറ്റ് ഡിസഗ്രി സ്ട്രോങ്ലി. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്കിഷ്ടമുള്ള ആശയങ്ങൾ മാത്രം കാണുമ്പോൾ എന്ത് ചെയ്യും, അതുതന്നെ ആയിരിക്കും ഫേസ്ബുക്ക് നമുക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മീഡിയാസ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടേതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് ആളുകൾക്കിടയിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുകയും കാണുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ ആശയങ്ങളോട് നമ്മൾ എന്ത് ചെയ്യില്ല, അത് അംഗീകരിക്കില്ല. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ആളുകൾക്ക് ഇടയിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ പോളറൈസേഷൻ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ദെൻ സെൻസേഷണലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് ഫാസ്റ്റർ ഓൺലൈൻ ബിക്കോസ് പീപ്പിൾ റിയാക്ട് ക്വിക്ക്ലി ടു സ്ട്രോങ് ഇമോഷൻസ് യൂസിങ് ഷോക്കിംഗ് ഓർ ഇമോഷണൽ ഹെഡ്ലൈൻസ്. അപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇമോഷണൽ ഹെഡ്ലൈൻസൊക്കെ ചേർത്ത് പറഞ്ഞു അല്ലേ, ആളുകളുടെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സെൻസേഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അതിന് ക്വിക്കായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെയുള്ള വീഡിയോസ് ആളുകൾ കണ്ടു ഇരിക്കും, എന്താണ് അവസാനം സംഭവിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതിനാണ് സെൻസേഷണലിസം എന്ന് പറയുന്നത്. Then Zuckerberg said Facebook is trying to fix this by showing diverse content and encouraging healthy discussion among users. അപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടന്റിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ചെയ്യുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള കണ്ടന്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഹെൽത്തി ഡിസ്കഷൻസ്, ആളുകൾക്കിടയിൽ ഒരു ഹെൽത്തി ഡിസ്കഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക, അതൊക്കെയാണ് ഫേസ്ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് റിമൂവ്ഡ് ദ ഫേമസ് നാപ്പോം ഗേൾ ഫോട്ടോ ഫ്രം ദ വിയറ്റ്നാം വാർ. മെനി സെഡ് ദിസ് വാസ് സെൻസർഷിപ്പ്, വാട്ട് ഡു യു തിങ്ക്? ദെൻ അതുപോലെ തന്നെ ഫേസ്ബുക്കിനുണ്ടായിട്ട് വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ കോൺട്രവേഴ്സി ആയിരുന്നു, ഒരു വിവാദമായിരുന്നു നാപ്പാം ഗേൾ. നാപ്പാം ഗേൾ എന്ന് പറയുന്നത് വിയറ്റ്നാം യുദ്ധത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ ഒരു ജേർണലിസ്റ്റ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയും അതിൽ ഒരു പെൺകുട്ടി നേക്കഡായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോയാണ്. അപ്പോൾ അത് ഫേസ്ബുക്കിൻ്റെ ന്യൂഡിറ്റി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ന്യൂഡിറ്റിയെ എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് എന്ത് ചെയ്തു, ആ ഫോട്ടോ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ജേർണലിസ്റ്റിൻ്റെ അക്കൗണ്ടും ഡിലീറ്റ് ആക്കുന്നുണ്ട്. സോ പക്ഷേ അവർ ആ ഒരു ഫോട്ടോ അതിൽ പോസ്റ്റ് ചെയ്തിരുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തിലായിരുന്നില്ല, യുദ്ധത്തിൻ്റെ ഭീകരത കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഫോട്ടോയും അതുപോലെ തന്നെ ആളുടെ അക്കൗണ്ടും ഒഴിവാക്കിയതോടുകൂടി ഫേസ്ബുക്ക് വലിയൊരു തിരിച്ചടിയാണ് ലോകത്തിൽ നിന്ന് സ്വീകരിച്ചത്. അതായത് ലോകം മുഴുവനും ഫേസ്ബുക്കിനെ അതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ദാറ്റ് വാസ് എ ബിഗ് കോൺട്രവേഴ്സി. അത് വലിയൊരു വിവാദം തന്നെയായിരുന്നു. സോ സക്കർബർഗ് അഡ്മിറ്റഡ് ഫേസ്ബുക്ക് മെയ്ഡ് എ മിസ്റ്റേക്ക്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ദ ഫോട്ടോ റിമൂവ്ഡ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻഡ് ന്യൂഡിറ്റി വിച്ച് വയലേറ്റഡ് ഫേസ്ബുക്ക്സ് പോളിസി. ഫേസ്ബുക്കിൻ്റെ പോളിസിക്ക് എതിരാണ്. അങ്ങനെയുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഫേസ്ബുക്കിൻ്റെ പോളിസിക്ക് എതിരാണ്. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ഹൗ അവർ ദ ഫോട്ടോ ഹാഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് ഷോഡ് ദ ട്രൂത്ത് ഓഫ് വാർ, സോ ഫേസ്ബുക്ക് ഡിസൈഡഡ് ടു റെസ്റ്റോർ ഇറ്റ്. പക്ഷേ ഫേസ്ബുക്കിന് പിന്നീട് മനസ്സിലായി ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ, ചരിത്ര പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ ട്രൂത്ത് ഓഫ് വാർ, എന്താണ് യുദ്ധമെന്ന് കാണിക്കുന്നതും, അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് ആ ഫോട്ടോ റെസ്റ്റോർ ചെയ്തു എന്നാണ് പറയുന്നത്. സോ ആഫ്റ്റർ ദിസ് ദേ അപ്ഡേറ്റഡ് ദെയർ പോളിസി ടു അലോ ന്യൂസ് വേത്തി ഓർ എഡ്യൂക്കേഷണൽ ഇമേജസ് ഈവൻ ഇഫ് ദേ ബ്രേക്ക് നോർമൽ കോണ്ടന്റ് റൂൾസ്. അതിനുശേഷം അവരുടെ ആ ഒരു പോളിസിയിൽ, ഇപ്പോൾ ഓരോ പോളിസി ഉണ്ടാകും അല്ലേ, ഓരോന്നിനും ഓരോ പോളിസി ഉണ്ടാകും. അപ്പോൾ അവരുടെ പോളിസി അവർ അപ്ഡേറ്റ് ചെയ്തു. അഥവാ ഇപ്പോൾ ന്യൂസ് വേത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഇമേജസോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് അതിൻ്റെ നോർമൽ കോണ്ടന്റ് റൂൾസിന് എതിരാണെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അവർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഇതിലേക്ക് അവരുടെ പോളിസി മാറ്റി. AI ആൻഡ് ദ ഫ്യൂച്ചർ ടെക്നോളജി. ഹൗ ഡു യു സീ AI ഷേപ്പിംഗ് ദി ഫ്യൂച്ചർ? നിങ്ങൾ എങ്ങനെയാണ് AI കാണുന്നത്? അത് ഷേപ്പിംഗ് ദി ഫ്യൂച്ചർ അല്ലേ, AI ആണിപ്പോൾ എല്ലാ മേഖലയിലുള്ളത്. സോ സക്കർബർഗ് സെയ്ഡ് AI ഇസ് ദ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ഇൻ ടെക്നോളജി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ടെക്നോളജിയിലെ ഏറ്റവും അടുത്ത വലിയൊരു ബിഗ് സ്റ്റെപ്പ് തന്നെയാണ് AI എന്ന് പറയുന്നത്.
ഇറ്റ് ഹെൽപ്സ് ഫേസ്ബുക്ക് ഫൈൻഡ് ഫേക്ക് അക്കൗണ്ട്, സ്പാം ആൻഡ് ഹാംഫുൾ കോണ്ടന്റ്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഫേക്ക് അക്കൗണ്ട് കണ്ടെത്താനും സ്പാം ഓർ ഹാംഫുൾ കോണ്ടന്റുകളൊക്കെ കണ്ടെത്താനെതിരെ ഫേസ്ബുക്കിനെ സഹായിക്കും. ആൻഡ് ഹി ബിലീവ്സ് AI വിൽ ഹെൽപ്പ് കണക്ട് പീപ്പിൾ ബെറ്റർ ആൻഡ് സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലംസ് ലൈക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ആൻഡ് ആക്സസിബിലിറ്റി. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ AIക്ക് സാധിക്കും. അതുപോലെ തന്നെ റിയൽ വേൾഡ് പ്രോബ്ലംസ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ സോൾവ് ചെയ്യാൻ AI സഹായിക്കും. അതുപോലെ തന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, ഭാഷകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ആക്സസിബിലിറ്റി, ആളുകൾക്കിടയിൽ ഒരു കണക്ടിവിറ്റി കൂട്ടാനൊക്കെ AI ഉപകാരപ്പെടും. ദെൻ however he said AI must be used responsibly with clear ethical rules. അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ AIനെ എങ്ങനെ യൂസ് ചെയ്യണം? വളരെ ഉത്തരവാദിത്തോടു കൂടി യൂസ് ചെയ്യണം. വിത്ത് ക്ലിയർ എത്തിക്കൽ റൂൾസ്, അതിൻ്റെ റൂൾസൊക്കെ പാലിച്ച് വളരെ ഉത്തരവാദിത്തോടു കൂടി AI യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ദെൻ വിർച്വൽ റിയാലിറ്റി ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ദെൻ വൈ ഡിഡ് ഫേസ്ബുക്ക് ചേഞ്ച് ഇറ്റ്സ് നെയിം ടു മെറ്റ? എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് മെറ്റ എന്ന ഒരു രീതിയിലേക്ക് അതിൻ്റെ പേര് മാറ്റിയതെന്നാണ് ചോദിക്കുന്നത്. ദെൻ Zuckerberg said the name Meta comes from the metaverse, a virtual world where people can meet, work and play using technology. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഈ മെറ്റവേഴ്സ് എന്നൊരു പേരിൽ നിന്നാണ് ഫേസ്ബുക്കിൻ്റെ ഈ ഒരു മെറ്റ എന്ന പേര് എടുത്തിട്ടുള്ളത്. അഥവാ ഒരു വിർച്വൽ വേൾഡാണത്. അവിടെ ആളുകൾക്ക് കാണാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും, കളിക്കാൻ പറ്റും. അതൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ 3D കണ്ണടിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, പിന്നീട് നമ്മൾ വേറൊരു ലോകത്താണ് അല്ലേ, ഒരു ടെക്നോളജിയുടെ ഒരു ലോകത്താണ് നമ്മൾ നമ്മുടെ റിയൽ എൻവയൺമെൻറ്റിൽ നിന്ന് മാറി മറ്റൊരു ലോകത്തേക്ക് നമ്മളെത്തും. സോ അതുകൊണ്ടാണ് ആ ഒരു ടേമിൽ നിന്ന് എന്ത് ചെയ്തത്, അദ്ദേഹം പുതിയ പേരെടുത്തിട്ടുള്ളത്. സോ വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് എ ഫുള്ളി ഡിജിറ്റൽ എൻവയൺമെൻറ്റ് ലൈക്ക് വെയറിങ് എ ഹെഡ്സെറ്റ് ടു എൻ്റർ അനദർ വേൾഡ്. അപ്പോൾ നമ്മൾ വേറൊരു ലോകത്ത് എത്തുകയാണ്. നമ്മൾ 3D കണ്ണടയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ പിന്നീട് വേറെ ലോകത്താണല്ലേ. നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് മറന്ന് നമ്മൾ വേറെ ലോകത്തേക്ക് നമ്മളെത്തും. അതിനെയാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ കാണുന്നത് അതിലേക്ക് നമ്മൾ എത്തും. അതിനാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് VR. ദെൻ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി AR ആഡ്സ് ഡിജിറ്റൽ തിങ്സ് ടു ദ റിയൽ വേൾഡ് ലൈക്ക് ഫിൽറ്റേഴ്സ് ഓർ ഡിജിറ്റൽ ഒബ്ജക്റ്റ് യു സീ ത്രൂ എ ക്യാമറ. അപ്പോൾ നമ്മൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ്സ് ഡിജിറ്റൽ തിങ്സ് ടു ദ റിയൽ വേൾഡ്, അതായത് റിയൽ വേൾഡിലേക്ക് നമ്മൾ ഡിജിറ്റൽ തിങ്സിനെ ആഡ് ചെയ്യുന്നതിനെയാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്നാപ്ചാറ്റ് വഴിയൊക്കെ നമ്മൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ തലയിൽ കൊമ്പുണ്ടാക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ. അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ പുതിയ ഫർണിച്ചർ സെറ്റ് ചെയ്യുക, ക്യാമറയിലൂടെ നമ്മളത് സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. സോ ഹി ബിലീവ്ഡ് ദാറ്റ് മെറ്റവേഴ്സ് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് സോഷ്യൽ കണക്ഷൻ ബിയോണ്ട് ട്രഡീഷണൽ സോഷ്യൽ മീഡിയ. അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണ്, സോഷ്യൽ കണക്ഷന് ഇന്നുള്ള ഈ സോഷ്യൽ മീഡിയക്കാട്ടിൽ അപ്പുറത്തേക്ക് എന്ത് ചെയ്യും, മെറ്റാവേഴ്സിന് എത്തിക്കാനായിട്ട് പറ്റും. ഇനി അതായിരിക്കും ഫ്യൂച്ചർ എന്ന് പറയുന്നത്, അതായിരിക്കും. അതായത് ആളുകൾ ഗെയിമൊക്കെ കളിക്കുന്നത് ഇങ്ങനെയുള്ളൊരു വിർച്വൽ വേൾഡിലായിരിക്കും. ഇന്ന് നമ്മൾ മൊബൈൽ മാത്രം യൂസ് ചെയ്താണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിൽ പോയിട്ട് ഗെയിമൊക്കെ കളിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് മെറ്റാവേഴ്സ് എന്നുള്ള ഒരു ടേം അദ്ദേഹം ഇട്ടിട്ടുള്ളത്. ദെൻ ദ ഫ്യൂച്ചർ ഓഫ് വിഷൻ ഫോർ ഫേസ്ബുക്ക് മെറ്റ. ദെൻ വാട്ട് ഈസ് യുവർ ഫൈനൽ വിഷൻ ഫോർ ഫേസ്ബുക്ക്സ് ഫ്യൂച്ചർ? എന്താണ് നിങ്ങളുടെ ഫൈനൽ വിഷൻ, ഫേസ്ബുക്കിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഫൈനൽ വിഷൻ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. Zuckerberg said he want Facebook to be the platform that build strong communities. ഫേസ്ബുക്കിനെ ഒരു പ്ലാറ്റ്ഫോം ആക്കണം, എന്തിൻ്റെ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്യുന്ന, എൻകറേജസ് ലേണിംഗ് ആൻഡ് കോപ്പറേഷൻ, ആളുകൾ തമ്മിലുള്ള ലേണിങ്ങും കോപ്പറേഷനും പ്രൊമോട്ട് ചെയ്യുന്ന, ആൻഡ് റെഡ്യൂസസ് ഹെയ്റ്റ് ആൻഡ് മിസ്ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ ഹെയ്റ്റ് മിസ്ഇൻഫർമേഷൻസ് കുറയ്ക്കുന്ന, പ്രൊമോട്ട് ഇന്നൊവേഷൻ ആൻഡ് കണക്ഷൻ ത്രൂ ടെക്നോളജിയിലൂടെ പുതിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആളുകൾ തമ്മിലുള്ള കണക്ഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാക്കി ഫേസ്ബുക്കിനെ മാറ്റണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ബിലീവ്സ് ദാറ്റ് ഡിജിറ്റൽ ടൂൾസ് ഷുഡ് ബ്രിങ് പീപ്പിൾ ടുഗദർ, നോട്ട് ഡ്രൈവ് ദം അപ്പാർട്ട്. അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണ്, ഡിജിറ്റൽ ടൂൾസ് ആളുകൾ തമ്മിൽ അടുപ്പിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, അല്ലാതെ അത് ആളുകൾ തമ്മിൽ വേർതിരിപ്പിക്കില്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. In this BBC interview, Mark Zuckerberg shared his views about responsibility of technology companies, the dangers like fake news, online hate and division, opportunities in AR, VR and AI, VR and AR, the future vision of a connected global society. So, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഓരോ പോയിന്റുകളും ഇതിലുള്ള കീ ടേംസുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.